നന്നായിട്ട് പഴുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു നമ്മളെ ആകർഷിക്കുന്ന ഒരു മണം ഉണ്ടാകും, നമുക്ക് ഇഷ്ടമാണ്. പേരയ്ക്ക വിളഞ്ഞു കഴിഞ്ഞാൽ പഴുത്തു കഴിഞ്ഞാൽ അതിന്റെ മണം നമുക്ക് ഇഷ്ടമാണ്. എല്ലാ പച്ചക്കറികൾക്കും അതിൻ്റെതായിട്ടുള്ള മണമുണ്ട്, നമുക്കത് ആസ്വദിക്കാനുള്ള കഴിവ് വേവിച്ച ഭക്ഷണം കഴിച്ച് നഷ്ടപ്പെട്ടു പോയി. നെല്ല്, ഗോതമ്പ്, അരി, ഗോതമ്പ് ഇതൊക്കെ ഫ്രഷായിട്ട് വരുന്നത് അതിനൊരു മണമില്ലേ? നമ്മൾ എടുത്തു നോക്കിയാൽ അതിന് നമ്മളെ ആകർഷിക്കുന്ന ഒരു സുഗന്ധമുണ്ട്. മീൻ ചെന്നിട്ട് മീൻ എടുത്തിട്ട് മണത്ത് നോക്കുമോ? നമ്മൾ നല്ല മണം അല്ലേ? കോൾഡ് സ്റ്റോറേജിൽ ചെന്നിട്ട് ചിക്കൻ എടുക്കുന്നതിന് മുമ്പേ ഞാൻ ഒന്ന് മണത്ത് നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം എത്ര കിലോ വേണമെന്ന് പറയുമോ? ഇല്ല. അപ്പം മണം കൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്നത് വീണ്ടും സസ്യങ്ങളിൽ ഉണ്ടാകുന്ന ഫലങ്ങളാണ്. ഇനി രുചി നോക്കിയാലോ, നാക്ക് നോക്കിയാലോ, മാമ്പഴം വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ കടക്കാരൻ പറയാം സാറേ ഒരു കഷ്ണം കൂടി തരാൻ, തിന്നു നോക്കിയിട്ട് നല്ലതാണെങ്കിൽ വാങ്ങിച്ചാൽ മതി. പാളയംകുടൻ 1 കിലോ എടുക്കാൻ പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒരു പഴം അടർത്തി എടുത്ത് നമ്മൾ തന്നെ കഴിച്ചു നോക്കും. ആദ്യമേ നാടനാണോ, നല്ല രുചിയുള്ളതാണോ. ക്യാരറ്റ് കടലിൽ നിന്നാണെങ്കിലും വൃത്തിയുള്ളതാണെങ്കിൽ നമുക്ക് കടിച്ചു തിന്നാൻ ഇഷ്ടമാണ്. വെണ്ടയ്ക്ക വേവിക്കുന്നതിന് മുമ്പേ അത് നന്നായിട്ട് കഴുകി കഴിയുമ്പോൾ അതിലൊരെണ്ണം എടുത്ത് കടിക്കാൻ നമുക്ക് ഇഷ്ടമാണ്. സസ്യങ്ങളിൽ നമുക്ക് ഇഷ്ടപ്പെടുന്നത് ഏതെന്നും ഇത് നമുക്ക് കഴിക്കാൻ കൊള്ളാവുന്നതാണ്. പാവയ്ക്ക കയ്പുണ്ട്, ശരി വേണ്ട കഴിക്കണ്ട, ആരും നിർബന്ധിച്ചില്ല. ചേന തൊട്ടാൽ, അവിടെയാണ് സ്പർശം പറഞ്ഞത്, തൊട്ടാൽ തന്നെ ചിലപ്പോൾ ചൊറിച്ചിൽ വരും, നമ്മുടെ ഭക്ഷണമല്ല. അത് നാക്കിലിട്ടാൽ നാക്കും ചൊറിയും, വേണ്ട കഴിക്കണ്ട. വീണ്ടും സസ്യങ്ങളിൽ ഉണ്ടാകുന്ന ഫലങ്ങളാണ് നമ്മളുടെ നാക്കിനിഷ്ടം. അരി വാങ്ങിക്കാൻ ചെന്ന് 2 എടുത്ത് നമ്മൾ കുറിച്ച് നോക്കും, ഇല്ലേ? ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഗോതമ്പ് പച്ചയ്ക്ക് തിന്നാൻ നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ല, പരിമിതമായിട്ടുള്ള അളവിലാണെങ്കിലും. മീൻ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ അത് തന്നെ പറയുമോ, ഒരു കഷ്ണം കുറിച്ച് തന്നെ നോക്കട്ടെ, തിന്നു നോക്കട്ടെ, ഞാൻ ഒരു കഷ്ണം തിന്നു നോക്കിയിട്ട് പറയാം ഈ മീൻ വേണോ വേണ്ടയോ എന്ന്. മാടിനെ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ ഒരു കഷ്ണം കടിച്ചു നോക്കിയിട്ടാണോ, അതിന്റെ രുചി നോക്കിയിട്ടാണോ നമ്മൾ വാങ്ങിക്കുന്നത്? സസ്യങ്ങളിൽ ഉണ്ടാകുന്ന ഫലങ്ങളുടെ എല്ലാം രുചി നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റും, ഇല്ലേ? മാമ്പഴം കഴിച്ചാൽ അത് പ്രിയോറാണോ, നീലമാണോ, നാടൻ മാമ്പഴമാണോ നമുക്കറിയാം. ഒരു പാളയംകോടൻ പഴം കഴിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് നാടനാണോ തമിഴ്നാടനാണോ നമുക്കറിയാം. അപ്പൊ രുചി വേർതിരിച്ചറിയാനുള്ള കഴിവ് നമുക്കുണ്ട്. ഇതിന്റെ എല്ലാം സസ്യങ്ങളുടെ എല്ലാം ഫലങ്ങളുടെ, മത്സ്യമാംസാദികളുടെ രുചി നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന് രുചിയില്ല. അപ്പൊ ഉള്ളിലുള്ള ശക്തി ഇന്ദ്രിയങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് സസ്യങ്ങളിലുള്ള ഫലങ്ങൾ എനിക്ക് തരൂ, ഞാൻ സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റി ഞാൻ മെയിൻറ്റെയിൻ ചെയ്തോളാം. അതുകൊണ്ടാണ് പ്രകൃതി ജീവനത്തിൽ ഏത് അസുഖം വരുമ്പോഴും പറയുന്നത് വേവിച്ച ഭക്ഷണം പോലും ഒഴിവാക്കി ഈ വേവിക്കാത്ത ഭക്ഷണം മാത്രം കഴിച്ചിരിക്കൂ, നിങ്ങളുടെ അസുഖം മാറും. മാറാ രോഗങ്ങൾ മാറണമെങ്കിൽ എന്ത് ചെയ്യണം? വേവിച്ച ഭക്ഷണം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. വേവിച്ച ഭക്ഷണം പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ട് പ്രകൃതി മാതാവ് എങ്ങനെയാണോ നമ്മളോട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിരിക്കുന്നത് ആ രീതിയിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കൂ. ആ രീതിയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ മാറാ രോഗങ്ങളിൽ നിന്നും മാറി പയ്യെ സ്ഥായി രോഗങ്ങളിലേക്ക് അത് വരും. സ്ഥായി രോഗങ്ങളിൽ നിന്നും പയ്യെ മാറി പ്രകട രോഗങ്ങൾ, പനിയും ജലദോഷമൊക്കെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ മാറാ രോഗം മാറി എന്നാണ്. മാറാ രോഗമുള്ള, വൃക്കരോഗങ്ങളുള്ള, ക്യാൻസറുള്ള, ക്ഷയമുള്ള രോഗികളെ നോക്കൂ, അവർക്ക് ജലദോഷം വരില്ല, പനി വരില്ല, അവർക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. കാരണം ഇനി ആ ശരീരം സംരക്ഷിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, അത് നശിക്കാൻ തുടങ്ങി. അതിൽ നിന്ന് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഏറെ ബുദ്ധിമുട്ടാണ്. പക്ഷേ വേവിക്കാത്ത ഭക്ഷണം, സസ്യങ്ങളിൽ നിന്നുള്ള ഫലങ്ങൾ മാത്രം കഴിച്ച് കുറെ കാലം ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.